ഹലോ, കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമുക്ക് റാഗി പൊടി കൊണ്ട് ലഡു ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂ നട്ട്സ് ചെറുതാക്കി കട്ട് ചെയ്തതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം ബ്രൗൺ ആവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. റാഗിപ്പൊടി ചെറുതായിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഫ്ലെയിം മീഡിയമിൽ വേണം വെക്കാൻ. ഇതൊന്ന് റോസ്റ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലോണം ഇട്ട് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്യണം. ഇത് നല്ലോണം കമ്പൈൻ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ 1/2 കപ്പേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് ഇട്ട് കൊടുക്കാം. ശർക്കര ഞാൻ നേരത്തെ തന്നെ ഉരുക്കി അരിച്ചു വെച്ചതാണ്. അപ്പോൾ ചെറു ചൂടിൽ തന്നെ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം, കൂടുതൽ വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. 1 നുള്ളു ഉപ്പിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് മിക്സായി പാനിൽ നിന്ന് വിട്ടു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്ന് ഇതേപോലെ വിട്ടു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറു ചൂടിൽ തന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ചെറു ചൂടിൽ തന്നെ കൈകൊണ്ട് ലഡുവിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്കുണ്ടാക്കാം. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ലഡു. അതുകൂടാണ്ട് നമുക്ക് തേങ്ങ ചെരുവിയത് ഡ്രൈ കോക്കനട്ട് പൗഡർ ഉണ്ടാവുമല്ലോ, അത് ഒന്ന് കോട്ട് ചെയ്ത് അതും നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമുക്ക് ഒന്ന് കോട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 രീതിയിൽ റാഗി ലഡു ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.